ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ മഞ്ചേരി ഓട്ടോമൊബൈൽ സീരീസിലെ മറ്റൊരു വീഡിയോ ആണ്. നമ്മളിന്നത് നമ്മുടെ യമഹയുടെ പുതിയ ഷോറൂമിലാണ്. ആക്ച്വലി മഞ്ചേരി മലപ്പുറം റോഡിലെ 21 മൈലാണ് നമ്മുടെ ഈ ഒരു ഷോറൂം വരുന്നത്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 2-3 മാസമായിട്ടുള്ളൂ ഈ ഒരു ഷോറൂം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് യമഹ എന്താണ്, യമഹയുടെ മോഡൽസ് ഏതൊക്കെയാണ്, അപ്പോൾ ഈ ഷോറൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് കണ്ടുവരാം. എല്ലാവർക്കും ഓട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനങ്ങൾ ബൈക്സ് ഇതൊക്കെയാണ്. R15 ഉണ്ട്, പിന്നെ അതുപോലെ യമഹയുടെ MT ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് എയറോക്സ്, ഫാസിനോ വരുന്നുണ്ട്, അതുപോലെ റൈസെറ്റ് R വരുന്നുണ്ട്, ഫാസിനോ എക്സാന, ഒരുപാട് വാഹനങ്ങൾ പല മോഡലുകളുണ്ട്. ഇതാണ് ചെറിയൊരു ഇത് പറയാനുള്ളത്. ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെന്യുവിൻ ആക്സസറീസ് ആയിട്ടുള്ള ഓയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, യമഹയുടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കാം. എൻ്റെ പേര് റിസ്വാൻ. നമുക്ക് സ്കൂട്ടേഴ്സിൽ 3 വേരിയൻ്റാണ് വരുന്നത്. നമുക്ക് അതായത് 3 മോഡൽസിൽ വരും. ഒന്ന് റാസിറ്റ് R, പിന്നെ ഫാസിനോ. റാസിറ്റ് R വരുന്നത് ഇതാണ്, നമുക്ക് റാസിറ്റ് R വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാസിനോ നമുക്ക് വരും. പിന്നെ വരുന്നത് നമുക്ക് എറോക്സ്. ഇങ്ങനെ 3 മോഡൽസാണ് നമുക്ക് സ്കൂട്ടേഴ്സ് വരുന്നത്. ഇതിപ്പോൾ റാസിറ്റ് Rഉം ഫാസിനോയാണ് നമുക്ക് നോർമൽ ഇതിൽ വരുന്നത്. അതായത് 125cc നമുക്ക് വരുന്ന ഹൈബ്രിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് നമുക്ക് റാസിറ്റ് R, ഫാസിനോ. റേറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോർമൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഒരു റാസിറ്റ് R ഒക്കെ ആണെങ്കിൽ 1.10 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാസിനോ ആണെങ്കിൽ 1.6 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഈ S പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ ആണ് വരുന്നത്. അതായത് ഇതിന്റെ കളറിങ്ങോ, അതായത് മാറ്റ് കളർ കാര്യങ്ങൾ, ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഒരു പ്രീമിയം ലുക്കാണ്. ആ റേറ്റ് ഇതിന് നമുക്ക് ഒരു ഏകദേശം 1.20 ആ റേഞ്ചിൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഒരു 3000-4000 രൂപേന്റെ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിവിൽ കാര്യങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. ഇതും സെയിം ഇതിൽ തന്നെ 125cc തന്നെ നമുക്ക് വരുന്നതാണ്. ഹൈബ്രിഡ് സിസ്റ്റം എഞ്ചിൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിന് നമുക്ക് വരുമ്പോൾ 1.18 ആ റേഞ്ചിലാണ് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. കളേഴ്സ് പല കളേഴ്സ് തന്നെ നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ റെഡ്, സിയാൻ, എല്ലാ കളേഴ്സിലും നമുക്ക് അതിന് വരുന്നുണ്ട്. മാറ്റ് ബ്ലൂ ആണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ഇതിൽ വരുന്നത്. അതായത് ഇതിന്റെ വീലൊക്കെ ആയി തന്നെ ഗോൾഡൻ വീല് കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു. പിന്നെ നമുക്ക് മറ്റൊരു സ്കൂട്ടറിൽ വരുന്നതാണ് എറോക്സ്. ഇതിന്റെ എന്താ വെച്ചാൽ നമുക്ക് 155cc വരണം. 155cc തന്നെ ലിക്വിഡ് കൂളിംഗ് ആണ് എഞ്ചിൻ വരുന്നത്. അതായത് റേഡിയേറ്റർ ഫാൻ കാര്യങ്ങളൊക്കെ വരുന്ന ലിക്വിഡ് കൂൾ എഞ്ചിനും കാര്യങ്ങൾ വരുന്നതാണ് എറോക്സ് വരുന്നത്. അതായത് നമ്മൾ സ്പോർട്ടി ബൈക്കൊക്കെ R15 അതിന്റെ ഒക്കെ സെയിം എഞ്ചിനാണ് നമുക്ക് ഈ എറോക്സ് വരുന്നത്. ഇത് നമുക്ക് വരുന്ന യമഹന്റെ മെയിൻ കൊളാബറേറ്റ് വരുന്ന ബ്ലൂ കോർണേറ്റും കൊളാബറേറ്റ് വരുന്നതാണ് നമുക്ക് ഇത് വരുന്നത്. എഞ്ചിനാണ്. ഡിസ്പ്ലേ കുറച്ചും കൂടി കളേർഡ് ഡിസ്പ്ലേ കാര്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്താ വെച്ചാൽ നമുക്കിപ്പോ ലേറ്റസ്റ്റിൽ തന്നെ ട്രാക്ഷൻ കൺട്രോളിങ് വരുന്നുണ്ട്. ഈ ബൈക്കിൽ ഇതിലൊക്കെ വരുന്ന ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്കൂട്ടേഴ്സിൽ വരുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതിന് ഇപ്പോ മൈലേജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോ ഇതിന് നമുക്കൊരു 50 അബോണ് മൈലേജ് കിട്ടാം. അതായത് 150cc വരുന്നുണ്ട്. നമുക്ക് ഫാസിനൊക്കെ ആണെങ്കിൽ ഒരു 70+ മൈലേജ് കാര്യങ്ങളും, അതെന്താ വെച്ചാൽ ഹൈബ്രിഡ് സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. 70+ മൈലേജ് കാര്യങ്ങളും നമുക്ക് അതിൽ കിട്ടും.
പിന്നെ ബൈക്സിലാണ് നമുക്ക് മൂന്ന് മോഡൽസിലാണ് വരുന്നത്. ഒന്ന് എഫ്സെറ്റിൽ തന്നെ 3 വേരിയൻസ് വരുന്നുണ്ട്. അതായത് എഫ്സെറ്റ് വേർഷൻ 3, പിന്നെ എഫ്സെറ്റ് വേർഷൻ 4 വരും, പിന്നെ അതുപോലെ തന്നെ എഫ്സെറ്റ് എക്സ്, ഇങ്ങനെ 3 വേരിയന്റ് വരും. പിന്നെ വരുന്നത് MT R15. നമുക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇത് രണ്ടും MT തന്നെ വരുന്നത്. പിന്നെ ഇത് R15 വരും, R15 തന്നെ ബ്ലൂ. ഇതിനൊക്കെ നമുക്ക് പവറൊക്കെ ഇതിന്റെ BHP പറയുമ്പോൾ 18.4 BHP കാര്യങ്ങൾ വരും. 155 സെയിം CC കാര്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ റേഡിയേറ്റർ, അതായത് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. നമുക്ക് എയറോക്സിനൊക്കെ റേറ്റ് വരുമ്പോൾ 1.89 ആ റേഞ്ചിലാണ് നമുക്ക്. അതെ, 1.89 ആണ് നമുക്ക്. ഡൗൺ പേയ്മെന്റ് ഒരു 10ന്റെ ഉള്ളിലൊക്കെ വെച്ച് കണ്ട് ഇറക്കാൻ പറ്റും. ഇത് നമുക്ക് സ്പോർട്ടി ബൈക്കിൽ വരണം, 155 cc കാര്യങ്ങൾ. ഇതിനെന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഡുവൽ ചാനൽ ABS, പിന്നെ അതിന്റെ ഫോർക്ക് കാര്യങ്ങളാണെങ്കിൽ USD ഫോർക്ക് ഒക്കെ വരുന്ന ലേറ്റസ്റ്റ് ആണ്. ഇതിനിപ്പോ നമുക്ക് MTക്ക് ആണെങ്കിൽ ഓൺ റോഡ് വരാം 2.15 ആ റേഞ്ചിലാണ് ഓൺ റോഡ് വരുന്നത്. പിന്നെ MTയിൽ വേറെ വേരിയന്റ് വരുന്നുണ്ട്, അതായത് നമുക്ക് ഡിലക്സ് പറഞ്ഞിട്ടുള്ള കളർ വീല് കാര്യങ്ങളൊക്കെ തന്നെ. അതിനാകുമ്പോ 1.20. ഇത് ബേസ് മോഡലാണ്. ഇതിൽ നമുക്ക് ഇപ്പോ MTയിലൊക്കെ വരുമ്പോ നമുക്ക് എത്ര ആവറേജ്, എത്ര മൈലേജ് കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇതിൽ ആവറേജ് എത്ര മൈലേജ് കിട്ടും, ഓടിക്കുന്ന ടൈമിൽ എത്ര നമുക്ക് മൈലേജ് കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആ ഓപ്ഷൻസ് ഒക്കെ MTയിൽ വരുന്നത്. ഇതിൽ നമുക്ക് കമ്പനി മൈലേജ് തന്നെ ഒരു 50 എബോ ആണ് നമുക്ക് മൈലേജ് കിട്ടുന്നത്. സീറ്റ് ആയിട്ട് കുറച്ച് ഒരു സ്പോർട്ടി ടൈപ്പിൽ വരുന്നതാണ്. ഇതും സെയിം ഡീൽ തന്നെയാ. ഇതിന് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 25-30ന്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കാര്യങ്ങള്. പിന്നെ കളർ സ്പെക്ക് വരും, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് LED ഇൻഡിക്കേറ്റർ, ആ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നു. ബാക്കി എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ സെയിം ഇതിൽ തന്നെ വരുന്നത്. എഫ്സെറ്റ് പറഞ്ഞാൽ നമുക്ക് റേറ്റ് വരുമ്പോ ഇപ്പോ വേർഷൻ 3 ആണെങ്കിൽ 1.48 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് റേറ്റ് വരാം. പിന്നെ അതിന്റെ വേർഷൻ 4 വരുമ്പോൾ കുറച്ച് പണി സ്പെക്ക് കൂടുതലാണ്. അതായത് ട്രാക്ഷൻ കൺട്രോളിംഗ് സിസ്റ്റം, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അഡീഷണൽ ഒക്കെ വരുന്നുണ്ട്. അതിനാകുമ്പോ നമുക്ക് ഇതിൽ വരുന്നുണ്ട് നമുക്ക് വേർഷനില്, അതായത് സ്റ്റാൻഡേർഡിലല്ല ഡിലക്സിലാണ് വരുന്നത്. ബ്ലൂടൂത്ത് ബ്ലാക്ക് വരുന്നുണ്ട്, വീല് ഓറഞ്ച് കളർ വീല് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട് നമുക്ക്. അതൊരു മോൺസ്റ്റർ ലുക്ക് കാര്യങ്ങൾ വരും. ഇതിന്റെ എഫ്സെറ്റ് ഒരു 20ന്റെ ഉള്ളിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ഓൺ റോഡ് നമുക്ക് വേർഷൻ 4 ആകുമ്പോൾ 1.64 അറിയാൻ. പിന്നെ എഫ്സെറ്റ് എക്സിന് 1.74 വരും. അതെന്താ വെച്ചാല് നമുക്ക് എക്സിന്റെ എന്താ വെച്ചാല് ഫുള്ളി മെറ്റൽ ബോഡി വരാം. ഇതൊക്കെ വരുമ്പോൾ ഫൈബർ ബോഡി വരും. മെറ്റൽ ബോഡി കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. 1.74 ടോപ്പ് എൻഡ് വരുന്നത്. ഇത് വേർഷൻ 4 ലേറ്റസ്റ്റ് വേർഷൻ 4 വരുന്നതാണ് R15. ഇതിൽ നമുക്ക് സെയിം ഇതിൽ തന്നെ നമുക്ക് 155 cc കാര്യങ്ങൾ വരുന്നത്. 155 ആണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഇത് വരുന്നുണ്ട്, അതായത് R1 പിന്നെ R03 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ള R15 വേർഷൻ 4 R03 അതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതിന് നമുക്ക് ഓരോ കളേഴ്സിന് പ്രൈസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. കളേഴ്സിന് അതായത് എന്താ വെച്ചാല് ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് റെഡ് ആണ്, റെഡ് ബ്ലാക്ക്. അതിനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 2.32 ആ റേഞ്ചിലാണ് നമുക്ക് റേറ്റ് വരാം. പിന്നെ വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിൽ എന്താ വെച്ചാൽ നമുക്ക് അഡീഷണൽ ക്വിക്ക് ഷിഫ്റ്റർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഇതാണ് ക്വിക്ക് ഷിഫ്റ്ററിന്റെ ഓപ്ഷൻ വരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ക്ലച്ച്, അതായത് ഒരു കുറഞ്ഞ ക്ലച്ചിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലച്ച് ഇല്ലാതെ, അതായത് റൈസിംഗ് മോഡുള്ള കാര്യങ്ങളൊക്കെ, അതാണ് ക്വിക്ക് ഷിഫ്റ്റർ. പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസിൽ വരുന്നില്ല. ബേസിൽ പിന്നെ അഡീഷണൽ ചെയ്യാൻ പറ്റും. എമൗണ്ട് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾറെഡി വരുന്നതാണ്. അതായത് പിന്നെ വരുന്നത് മോൺസ്റ്റർ അഡീഷൻ, അതായത് M, അതായത് R15 M രീതിയിൽ ഒരു സിൽവർ
കളറിലൊക്കെ വരുന്നതാണ്. അതിൻ്റെ ആകുമ്പോൾ അതിന് നമുക്ക് സിൽവറിന് വരുമ്പോൾ നമുക്ക് 2.47 ആ ലെവൽക്ക് ഓൺ റോഡ് വരും. ഇതിന് 36 വരും. അതായത് അതിനെക്കാട്ടൊരു ഡൗൺ പേയ്മെന്റ് എല്ലാം സെയിം ആണ്. ഒരു 25-30 ഉള്ളിൽ വെച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ MT, FZ, എറോക്സ്, റേസിഡാർ, ഫാസിനോ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് ഇരിക്കാനൊരു ലോഞ്ചും ഇവിടെ അവൈലബിളാണ്. നമുക്ക് ലൈവായിട്ട് എന്തൊക്കെ വർക്കുള്ള കാര്യങ്ങൾ എല്ലാം കാണും, കണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സെൻറ്റർ വരുന്നത്. ഇങ്ങനെ ആക്സാണ് വരുന്നത്. നമുക്ക് ഇവിടെ നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ലൈവായിട്ട് കാണാനൊരു സൗകര്യം നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മഞ്ചേരി ഓട്ടോമൊബൈൽ സീരീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ യമഹയുടെ ഷോറൂമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഉള്ളത്. ആക്ച്വലി നമുക്ക് ഈ ഒരു ഷോറൂം വരുന്നത് നമ്മുടെ മഞ്ചേരി മലപ്പുറം റോഡിൽ 22 മൈലിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. നമ്മുടെ ഫോറസ്റ്റ് മോട്ടോഴ്സ് ആണ് നമ്മുടെ യമഹ ഷോറൂമിൻ്റെ ആ ഒരു ഡീലറുടെ പേര് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഷോറൂമിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിൽ കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ ബൈ.